നിങ്ങൾ ഗ്രീൻ ചിക്കൻ കഴിച്ചിട്ടുണ്ടോ? ചോറിനും ചപ്പാത്തിക്കും എല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഈസ് എ മസ്റ്റ് ട്രൈ റെസിപ്പി. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പാത്രം ചൂടാക്കി ഒരല്പം വെളിച്ചെണ്ണ ചേർത്തെടുത്ത് ഇതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള നന്നായി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കറിയിലേക്കൊക്കെ വഴറ്റിയെടുക്കുന്നത് പോലെ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 8-10 വെളുത്തുള്ളിയും കൂടെ എടുക്കുന്നുണ്ട്. ഒരു 2-3 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുക. ഇതിലേക്ക് എരിവിനാവശ്യത്തിന് ഒരു 2-3 പച്ചമുളകും കൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് ഒരു മിനിറ്റിൽ താഴെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ പച്ച മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനിവിടെ 3 എണ്ണം മാത്രമേ ചേർത്ത് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കൂട്ട് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു പിടി മല്ലിയില, അതിനോളം തന്നെ പുതിനയിലും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സെയിം പാനിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചൂടാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കനും കൂടെ ആഡ് ചെയ്തെടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. എക്സ്ട്രാ മസാലപ്പൊടികളോ ഒന്നും ഈ ഒരു സമയത്ത് നമ്മൾ ആഡ് ചെയ്തെടുക്കേണ്ട. ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം നമുക്ക് ഈ ചിക്കൻ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോഴേക്കും നമ്മളിത് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. ചിക്കൻ ഒന്ന് കളർ ചേഞ്ചായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നത് കുറച്ച് ക്യാപ്സിക്കാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഒരല്പം ഉപ്പും ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ചിക്കനിൽ നമ്മുടെ ഉപ്പും കുരുമുളകും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു ഗ്രീൻ കളറിലുള്ള നമ്മുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മിക്സിൽ നമ്മുടെ ചിക്കനെല്ലാം കൂടെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കൊടുക്കുക. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ഒരു മിക്സ് ഒന്ന് കുറുകി വരുന്നത് വരെ തന്നെ വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ടും അതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ടും അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊക്കെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ പച്ചയാണല്ലോ, അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തോട്ടെ അല്ലേ. കുറച്ച് കറിവേപ്പിലയും കൂടെ എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വീണ്ടും ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലൈ ഓഫ് ചെയ്തൊക്കെയാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുറുകിയ ചാറോട് കൂടി തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ഒന്ന് തിക്നെസ്സിൽ ഒന്നും കൂടെ കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ വെള്ളം വറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു രീതിയിൽ നന്നായി വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഗ്രേവി ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് കുറച്ചും കൂടെ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ ആ ഒരു ചിക്കൻ്റെ മസാലയും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ റെസിപ്പിയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു റെസിപ്പി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിലും കൂടെ അറിയിക്കണേ.